ഒബ്ജക്റ്റീവ്സ് ഓഫ് ജീമൻ, പിശാചിൻ്റെ ലക്ഷ്യങ്ങൾ. നമ്മൾ ഡെലിവറൻസ് മിനിസ്ട്രി എടുക്കുകയാണ്. ഡെലിവറൻസ് മിനിസ്ട്രിയുടെ പാർട്ട് 3 ആണ് ഇന്നത്തെ ദിവസം. പാർട്ട് 1 and 2 എന്തിനാണ് എടുക്കുന്നത്? ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്. അതിനെക്കുറിച്ചും നമ്മൾ ടെസ്റ്റ് ഓഫ് ഫയർ, ദൈവത്തിൻ്റെ തീക്കകത്തൂടെ കയറിയിട്ട് വേണം ഇത് ചെയ്യാൻ. 3 പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വേണം ചെയ്യാൻ. അപ്പം ദൈവത്തിൻ്റെ ശക്തി വരുമ്പം ഓപ്പോസിറ്റ് ഒരു ശക്തിയുണ്ട്, അത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമുക്ക് യുദ്ധമില്ലല്ലോ. ഏതൊരു കാര്യത്തിനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണല്ലോ. ഒരു നന്മയ്ക്കൊരു തിന്മ, ഒരു ഇരുട്ടിനൊരു വെളിച്ചം, ഒരു മഴയ്ക്ക് മഴ കഴിയുമ്പോൾ ഒരു വെട്ടം. ഇതൊക്കെ നമ്മൾ ഒരു ഇരുട്ട് കഴിഞ്ഞാൽ ഒരു വെളിച്ചം ഉണ്ടാകും, നമുക്ക് ഷുവറായിട്ട് അറിയാം. ഒരു ദീനം കഴിയുമ്പോൾ ഒരു സൗഖ്യമുണ്ടെന്ന് നമുക്കറിയാം. അതൊക്കെ നമ്മൾ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഉയർപ്പുണ്ടെന്ന് നമുക്കറിയാം, നമുക്ക് ഉറപ്പുണ്ട്, വിശ്വാസികളെ നമുക്ക് ഉറപ്പുണ്ട്. അപ്പം ഇക്കത്തിന് ഒരു ഓപ്പോസിറ്റാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞപ്പം ദൈവത്തിന് നമ്മളെ നന്മ ചെയ്യാനും വിടുതൽ തരാൻ ആഗ്രഹിക്കുമ്പം ആരോ നമ്മുടെ അനുഗ്രഹത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട്. അതിനാണ് പിശാച് എന്ന് പറയുന്നത്. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണം. അവൻ്റെ 3 ഉദ്ദേശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 3 തരത്തിലാണ് പിശാചിൻ്റെ ഉദ്ദേശം. ദുഷ്ടപിശാചിന് നമ്മളെ ടോർച്ചർ ചെയ്യാനും ടോർമെൻറ്റ് ചെയ്യാനും ഉപയോഗിക്കും. അതായത് ഒരിക്കലും സ്വസ്ഥത തരത്തില്ല. പല വിശ്വാസികളെയും ഞാൻ പലപ്പോഴും നമ്മൾ പോലും ചിലപ്പോൾ അതിനടിമയാകാറുണ്ട്. എങ്ങനെ നമ്മളെ അങ്ങ് ടോർച്ചർ, നമ്മളെ അങ്ങ് ഒരേ കാര്യത്തിലങ്ങ് ചിന്തിച്ച് നമ്മൾ ഈ ചുഴലി പോലെ അങ്ങ് അടിയിലോട്ട് പോകും. ആരെങ്കിലും അന്നേരം വന്ന് സഹായിച്ചില്ല നമ്മൾ താഴോട്ടാകും. പിന്നെ ദൈവം തമ്പുരാൻ തൻ്റെ കൈ കൊണ്ട് അവസാനം രക്ഷിക്കും. പക്ഷേ ഈ ചുഴലിയുടെ അടിവരെയൊന്നും പോകണ്ടെന്നേ, താഴോട്ട് പോകുമ്പോഴേ ഒരാൾ കൈക്ക് പിടിച്ച് പൊക്കിയാൽ മതി. അപ്പോൾ ഈ പിശാചിൻ്റെ ജോലിയാണ് ടോർമെൻറ്റ് ചെയ്യുക, ടോർച്ചർ ചെയ്യുക. അതായത് നിരന്തരം നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, നിരന്തരം നമ്മളെ വിഷമിപ്പിക്കുക. അതിനാണ് ടോർമെൻറ്റ്, ടോർച്ചർ എന്ന് പറയുന്നത്. ചിലപ്പോൾ അവന് ശാരീരികമായിട്ട് അവന് ഉപദ്രവിക്കും, അതുപോലെ മെൻ്റലി, മാനസികമായിട്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് ഏതൊരു ഈ സൈക്യാട്രിക് ഡോക്ടേഴ്സ് കാണുന്ന എല്ലാവരും ഭ്രാന്തെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറയാമെങ്കിൽ അത് ഹോർമോണിൻ്റെ പ്രശ്നമാണ്, പിന്നെ വേറെ തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഫക്റ്റാണ് സൈക്കോളജി പറയും. പക്ഷേ ഒരു കണക്കിന് നോക്കിയാൽ ഈ ഹോർമോൺ ശരിയായിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നത് നമ്മുടെ ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിക്കാതെ സ്ട്രെസ്സ് വന്നുകൊണ്ടല്ലേ. അതായത് ഡോപാമൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷിക്കേണ്ടതായ ഹോർമോൺസ് കുടുംബത്തിൽ ഉണ്ടാകാതാകുമ്പോൾ സ്ട്രെസ്സ് വരും. എനിക്കറിയാം, നമുക്കറിയാവുന്ന ഒരു വീട്ടിൽ നമ്മൾ കടന്നു ചെന്നു. അവരുടെ മോന് നല്ല മിടുക്കനാണ്. എനിക്ക് തോന്നുന്നു ചെറിയ ഓട്ടിസോ എന്താണ് പിശാചിൻ്റെ തല്ല്. അവൻ്റെ അമ്മയെ കണ്ണെടുത്ത് അവന് കണ്ടുകൂടാ. അല്പം കഴിവുള്ള കുട്ടിയാണ്. നമ്മളവിടെ ചെന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എന്താണ്, അമ്മയെ കണ്ടുകൂടാ, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം അവന് വേണം. അമ്മ കൊണ്ട് ഭക്ഷണം, അവൻ താഴത്തെ നിലയിൽ, ഇവർ മുകളിലാണ് താമസിക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ആ വീടിൻ്റെ വാതിക്കൽ ഡോറെ വെക്കുമ്പം അതിൻ്റെ നിഴൽ വീഴാതിരിക്കാൻ പോലും അവൻ മറച്ചു വെച്ചിരിക്കുക. പക്ഷേ ഭക്ഷണം അവൻ കഴിക്കും. അമ്മ സ്വന്തം സിസ്റ്റർ കൊണ്ട് വെക്കുമ്പം അവനത് പ്രശ്നമില്ല. അമ്മ കൊണ്ട് വെച്ച് പോയെങ്കിൽ മുട്ടം വഴക്കാണ്. പിന്നെ അമ്മയെ കാണാതിരിക്കാൻ അവർ നിഴൽ വെക്കും, അവർ കൊണ്ടുവന്ന ഭക്ഷണം വരും. ഞങ്ങൾ പോയി പ്രാർത്ഥിച്ച് വെച്ച് തിരിച്ചു വന്നു. കണ്ടിട്ട് എനിക്ക് വലിയ ദുഃഖം തോന്നി. ആ കൊച്ചന് വലിയ പ്രശ്നമല്ല, അവനങ്ങനെ ശല്യമൊന്നുമില്ല. കാരണം അവൻ താഴെ താമസിക്കുന്നു, ഭക്ഷണം അമ്മയോട്. പക്ഷേ അമ്മയോട് അവൻ മിണ്ടുകയില്ല. വർഷങ്ങളായിട്ട് അമ്മയോട് മിണ്ടത്തില്ല. നമ്മളത് വെച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ പിന്നെ അങ്ങനെ എപ്പോഴും ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഈ അടുത്തിടെ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ ഞാൻ പറയും, എന്തൊരു കഷ്ടമാണ് ഭർത്താവ്. ഒരമ്മയുടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ അമ്മയോട് മിണ്ടത്തില്ല, അവനവരെ കണ്ടുകൂടാ. പിശാചല്ലേ അത് എന്നാ സൈക്കോളജിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാലും പിശാചല്ലേ അത്. നമ്മൾ ഓരോ പേരും പറഞ്ഞിട്ട് മരുന്ന് കൊടുത്തെന്നിരിക്കട്ടെ, അവരെ ഉറക്കിയിടുക എന്നല്ലാതെ ഒരു ഗുണം അതുകൊണ്ടില്ല. പിന്നെ കുറച്ച് കഴിയുമ്പം ദൈവത്തിൻ്റെ കരുണ തോന്നി രക്ഷപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടേ. അവസാനം ആ കുട്ടി, ഈ അടുത്തിടെ ഞാൻ കേട്ടു, ആ കുട്ടി തന്നെ കഴിവുള്ള കുട്ടിയാണ്. അവനെങ്ങാണ്ട് പുറത്ത് പോകുന്നതിൻ്റെ പരീക്ഷ എഴുതി പരീക്ഷ ജയിച്ചു അവൻ പോവുകയാണ് പുറത്തോട്ട്. അന്നേരം അവൻ അമ്മയൊന്നും വേണ്ട, പിന്നെ അവിടെ പോയി ചെന്നിട്ട് രക്ഷപ്പെട്ടിട്ട് അമ്മയെ വിളിക്കുമായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. ഒന്നുമല്ല ഈ വീട്ടിൽ നിന്ന് അവൻ പോവുകയാണല്ലോ, അതിന് കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തപ്പെട്ടവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും സ്നേഹിപ്പിക്കാതിരിക്കുന്നത് ടോർമെൻറ്റിങ് പിശാചല്ലേ, നമ്മളെ ഉപദ്രവിക്കുന്ന ദുഷ്ട ആത്മാവല്ലേ. നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും നന്മയല്ല എന്ന് തിന്മയായിട്ട് കാണി. അതല്ലേ യേശുക്രിസ്തു ക്രൂശിന്മേൽ കിടന്ന് അവൻ്റെ അവസാനത്തെ തുള്ളി രക്തം നമുക്ക് തന്നിട്ടും അത് നമ്മൾക്ക് നന്മയായിട്ട് കാണാൻ മനുഷ്യർക്ക് സാധിക്കാത്തത് പിശാചിൻ്റെ തന്ത്രമല്ലേ.
എന്നാൽ അതിന് പകരം കാളെ ആടിനെയും ആട്ടിൻകുട്ടിനെയും അതുപോലെ കോഴി അറക്കുന്നതിന് ആ രക്തം കൊണ്ട് അവർക്ക് വിമോചനം കിട്ടുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ അതിലും വിശുദ്ധമായ വിശുദ്ധ രക്തം കുഞ്ഞാടിൻ്റെ വീണിട്ട് അത് പോരാ എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് പിശാചിൻ്റെ തന്ത്രമല്ലേ? മനസ്സിലാക്കണം. അപ്പം ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡിമൺ ഈസ് നമ്മളെ എങ്ങനെയും ഉപദ്രവിക്കുക. 2, കീപ് യു ഫ്രം നോയിങ് ജീസസ് എസ് ദ സേവിയർ. യേശുവാണ് നമ്മുടെ രക്ഷകനെന്ന് മനസ്സിലാക്കാതിരിക്കുക. എങ്ങനെ യേശുവിനെ അറിഞ്ഞു? എൻ്റെ അമ്മയുടെ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മ വചനം പറയുമ്പം ഒരു ദിവസം രാത്രിയിൽ പിശാചു വന്ന് അമ്മയോട് പറഞ്ഞു, ആ പിശാചു ഏത് സ്പിരിറ്റോ, ഞാൻ നിന്നെ ഈ ലോകത്തിൽ വലിയ പ്രശംസയാക്കാൻ പോവുകയാണ്. അമ്മ കേട്ട്, എന്താണ് കണ്ടീഷൻ? യേശുവിൻ്റെ പേര് മാത്രം പറഞ്ഞ് പ്രസംഗിച്ചേക്കല്ലെന്ന് ക്ലിയറായിട്ട് അമ്മ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ആരുടെ പേരാ? യേശു. എന്നാ ഈ പേരിന് ഇത്ര ശക്തി? ആ പേരിലാണ് പ്രസക്തി. എവറി നീ ഷാൽ ബൗ ബിഫോർ ഹിം, എവറി ടങ് വിൽ കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. അത് കാലം വരുമ്പം തെളിയിക്കും. നമ്മൾ അല്പകാലത്തേക്ക് കാണുന്ന ഈ കോലാഹലങ്ങൾ കണ്ടൊന്നും നമ്മൾ പേടിക്കേണ്ട. ക്യാൻ വി സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ദ ട്രയൽ? Keep you from knowing Jesus as Savior and keep you from serving God effectively. നമ്മൾ സത്യദൈവത്തെ അറിയുന്നില്ല എങ്കിൽ എഫിഷ്യൻ്റായിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനൊക്കത്തില്ല. അപ്പോൾ ഇത് 3 കാര്യമാണ് പിശാചിൻ്റെ തന്ത്രം. 1, എന്നും നമ്മളെ അടിമത്വത്തിലിടുക. വിശ്വാസികൾ പോലും അടിമത്വത്തിലിരിക്കുന്നത് സത്യവചനം അറിയാത്തത് കൊണ്ടാണ്. ക്ലിയറായിട്ട് ഡെലിവറൻസ് മിനിസ്ട്രി എടുക്കുന്ന ഭവനങ്ങളിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ പോയാൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. അതല്ല വീട്ടിലെ ആളുകളെ വിരുത്തിയിട്ട് അങ്ങനെ കഴിവുള്ളവരെ കൊണ്ട് പ്രാർത്ഥിച്ചു നമുക്ക് തന്നെ ചെയ്യാമെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. പക്ഷെ അതിന് നല്ല നല്ല മനധൈര്യം വേണം. നമ്മൾ തന്നെ എനിക്ക് ഓർക്കുന്നുണ്ട് 2018 ഞാൻ അമേരിക്കയിൽ പോയി ശുശ്രൂഷ ചെയ്ത് വെച്ച് തിരിച്ചു വന്നിട്ട് ഐ വാസ് നോട്ട് നോർമൽ. ജാനുവരി തൊട്ട് മെയ് മാസം വരെ ഒരു ഭ്രാന്ത് പിടിച്ചായിരുന്നു. ഞാൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് ഞാൻ പറയുമായിരുന്നു, അയ്യോ എനിക്കെന്തോ പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് വലിയ ഡോക്ടറാണ്. എന്നിട്ട് ഞാൻ പറയും, ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടായിട്ട് എന്നെ പ്രയോജനം, എൻ്റെ തല കിടന്നുകൊണ്ട് വരും, എൻ്റെ തലയ്ക്കെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റിൽ പിന്നെ ഒരു സൈക്യാട്രിക് ഡോക്ടറിനെ തന്നെ കൊണ്ട് കാണിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ അന്നേരം പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ആട്ടെ ഞാനും വിചാരിച്ചു. നമുക്കതുപോലെ രക്ഷയില്ലാത്ത അവസ്ഥയാണ്. എനിക്കറിയാം ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. പക്ഷെ നമ്മൾ ഹെൽപ്ലെസ് ആ ടൈമിൽ. എന്നെ പറഞ്ഞാലും ഇരുന്ന് ഞാൻ കരയും. ബസ്സേ കയറാൻ പേടി, കാറേ കയറാൻ പേടി, ട്രെയിനേ കയറാൻ പേടി, പ്ലെയിനേ കയറാൻ പേടി. പിന്നെ എങ്ങനെയാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകുന്നത്? ആ ടൈമിൽ എൻ്റെ സഹോദരിയാണ് എന്നെ വിളിച്ചുകൊണ്ട് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി. കോഴിക്കോടാണ് ഞാൻ താമസിച്ചത്. കോഴിക്കോട്ട് നിന്ന് ട്രിവാൻഡ്രം വരെ അന്ന് ഫ്ലൈറ്റ് ഉണ്ട് രാത്രിയിൽ. 40 മിനിറ്റേ ഉള്ളൂ. 40 മിനിറ്റ് 40 ദിവസം പോലെ എനിക്ക് തോന്നിച്ചു. അത്ര ടോർച്ചറിങ് ആണ്. ടോർച്ചർ ചെയ്യവൻ നമ്മളെ പല ചിന്ത. അതെങ്ങനെ? വേദപുസ്തകം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന് വിപരീതമായ ചിന്ത അവൻ ഉടനെ ഇടും. ഓർക്കണേ വചനം, യഹോവ എൻ്റെ ഇടയനാണ്, അതുകൊണ്ട് നിനക്കെന്നാ ഗുണം? അത് ദൈവം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് പല ചിന്തകൾ വരും. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ പിന്തുടരും. വചനം വായിക്കാൻ പറയും, അത് നിനക്കുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. സി ദ 2 ഡിഫറെൻറ്റ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ടോർമെൻറ്റ് ചെയ്യുകയാണ്. ഇത് തന്നെയല്ലേ പലർക്കും ഭ്രാന്ത് വരുന്നതിൻ്റെ റീസൺ ഇതല്ലേ? സത്യദൈവത്തിൻ്റെ വചനത്തിൽ വേണ്ടത് സ്വീകരിച്ച് അതിൽ വൃക്ഷം വളർത്താൻ അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ കർത്താവ് പ്രതിവിധി തന്നിട്ടുണ്ട്. ചില വചനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ജഡമാണോ അതോ ഈവിൾ സ്പിരിറ്റാണോ? ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ എളുപ്പമാണ്. അവനെ ഭത്സിക്കാനും ബന്ധിക്കാനും അറുത്തു മാറ്റാനും അവകാശമുണ്ട്. ഈവിൾ സ്പിരിറ്റ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഗെറ്റ് ഔട്ട് പറയും. അത്രയേ ഉള്ളൂ. നമ്മളതിന് ബലമെടുക്കണം. അതിനുള്ള ബലം ആദ്യമേ പോകുന്ന രോഗം വരുമ്പോഴാന്ന് ഓർക്കണം. നമുക്ക് ബലമുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നു എൻ്റെ പ്രയാസ സമയത്ത് രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് കർത്താവ് പറയും, സങ്കീർത്തനം 27 എടുത്ത് വായിര്, 103 എടുത്ത് വായിക്ക്. അതും വായിച്ചുകൊണ്ട് ഈ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഞാനിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് ക്ഷീണിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. വചനമാണ്. മരുന്നൊക്കെ തന്നു കുറച്ച് മാസത്തേക്ക്. പക്ഷേ മെയ് മാസമായപ്പോൾ ആബ്സല്യൂട്ട്ലി ഐ ഗോട്ട് ഹീൽഡ്. അത് തന്നെയല്ല, മിനിസ്ട്രി ഇരട്ടിയായിട്ട് എൻ്റെ എഫിഷ്യൻ്റായിട്ട് ദൈവം തരും. പിശാചിൻ്റെ ഒരു തന്ത്രം എൻ്റെ അടുക്കൽ ഇപ്പോൾ അടുത്ത് വരത്തില്ല. കാരണം അവനറിയാം ഞാനിത് കണ്ടു കഴിഞ്ഞെന്ന്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ജഡമാണോ അതോ പിശാചാണോ എന്ന് മനസ്സിലായി. ജഡമാണെങ്കിൽ നിൻ്റെ ഫ്ലഷ് അല്ലെ നിൻ്റെ തന്നെ ജഡീക സ്വഭാവമാണെങ്കിൽ അത് കുരിശെ കൊണ്ട് ആണിയിട്ട് തറയ്ക്കണം. എനിക്ക് ദേഷ്യ, എൻ്റെ അപ്പന് ദേഷ്യ, അതുകൊണ്ട് എനിക്ക് ദേഷ്യ.
വെറുതെ വിഡ്ഢിത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. നിൻ്റെ അപ്പന് ദേഷ്യം ഉണ്ടെങ്കിൽ ഒരു ഫെമിലിയർ സ്പിരിറ്റ് ആ മനുഷ്യനിലുണ്ട്, അത് അവകാശം പറഞ്ഞ് നിൻ്റെ മകൻ നിന്നിൽ വന്നിട്ടുണ്ട്. നീ അത് നിർത്തിയില്ല, നിൻ്റെ മക്കൾ ഇരട്ടിയായിട്ട് വരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, അങ്ങനെയുള്ള സ്പിരിറ്റിനെ അടിച്ചു മാറ്റണം. അത് തന്നെയല്ല, ജഡമാണ് കഴിക്കുന്നതെങ്കിൽ ജഡത്തിനെ ക്രൂശിൽ കൊണ്ട് ആണി വെച്ച് തറയ്ക്കണം. എൻ്റെ ദേഷ്യ സ്വഭാവത്തിനെ ഞാൻ ക്രൂശിന്മേൽ തറയ്ക്കുന്നു. പറഞ്ഞു നോക്കി. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? യെശയ്യാ 61:3 വാക്യം 61 എടുത്ത് വായിക്കുക. യെശയ്യാ 61 അധ്യായം എടുത്ത് വായിക്കുക. അത് നല്ല 3 വാക്യം ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ, നേരം കുറവുള്ളതുകൊണ്ട്. യഹോവയുടെ നമ്മുടെ ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടാൻ അവനക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. എന്താണ് നമ്മുടെ ജോലി? വാട്ട് ഈസ് ഡെലിവറൻസ്? ഈസ് ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കണം. ഉടനെ അങ്ങോട്ട് ആശ്വാസം, വചനം പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഞാൻ യെശയ്യാ 50:4 പറയുന്നുണ്ട്, ദൂതൻ ശിഷ്യൻ തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി ശിഷ്യന്മാരുടെ നാവ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. രാവിലെ തോറും ഞാൻ നിന്നോട് സംസാരിക്കുന്നു. ഞാനത് കേട്ടിട്ട് അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. എന്തോ ഇത്ര പാടൊന്നും ഇല്ലെന്ന്. നമ്മൾ ക്രിസ്തുവിൻ്റെ കൃഷ്ണമണിയിലോട്ടാണ് നോക്കുന്നെങ്കിൽ ജീവിതം എളുപ്പമാണ്. പ്രശ്നമൊക്കെ വരും, അത് ഓളം പോലെ വന്നങ്ങ് പോകും. പക്ഷേ പല ക്രിസ്ത്യാനിക്കും അറിഞ്ഞുകൂടാ. സത്യത്തിൻ്റെ ആത്മാവ് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത് അതുകൊണ്ട്. എനിക്കും അത് ആവശ്യമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ആരും മോളിലൊന്നും അല്ലല്ലോ, എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ഭാരങ്ങൾ കാണും. നമ്മളോട് പറയുന്നത് ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുക. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല. വെണ്ണീർ എന്ന് പറയുന്ന ചാരമാണ്, അതിന് പകരം നമ്മൾ അലങ്കാരമാലയിടും. ദുഃഖത്തിന് പകരം ആനന്ദ തൈലം, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത്, കഷ്ടകാല സമയത്ത് കാല് ചവിട്ടി ഡാൻസ് ചെയ്ത് ദൈവത്തിനെ സ്തുതിക്കാമോ? പ്രശ്നം അഴിഞ്ഞു തരും. അങ്ങനെ ഞാൻ നേടിയിട്ടുമുണ്ട്. ഒത്തിരി പ്രയാസമുള്ളപ്പോൾ എന്താ പറയുക, എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാൻ പറയും. ഐ ഡു ദാറ്റ് ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഗീവ്സ് മീ ഫ്രഷ് അവെയർനെസ്. അത് നമുക്ക് ദൈവത്തിൻ്റെ ആ ഡെലിവറൻസ് നമുക്ക് തുടങ്ങിയിരിക്കുകയാണ്. യെശയ്യാ 61 എടുത്ത് വായിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. അതാ പിശാചിൻ്റെ തന്ത്രം. അവൻ ടോർമെൻറ്റ് ചെയ്യും, ടോർച്ചർ ചെയ്യും. എപ്പോഴും ഞങ്ങളെ ഓരോ കാര്യം പറഞ്ഞു, ഒന്നല്ലേ ഒന്ന് വേറെ കൊണ്ട് ജീവിത അന്ത്യം വരെ അവൻ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട്. പക്ഷെ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയുമെന്ന് പറഞ്ഞതിന് സ്തോത്രം. 2, ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് നമുക്ക് മുൻപ് രക്ഷ കിട്ടാതിരിക്കാൻ അവൻ പരിശ്രമിക്കും. 3, ഞങ്ങളുടെ മിനിസ്ട്രി, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ പൂർണ്ണമായിട്ടും തീർക്കാതിരിക്കാൻ അവൻ ചെയ്യുന്നു പല ഒട്ടക്കുകൾ. പക്ഷെ എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ, യേശുവിലുള്ള ആത്മാവ് തന്നെ കർത്താവെ ദുഃഖിതന്മാരോട് ദൈവമേ ആശ്വസിപ്പിക്കുന്ന വാക്ക് കൊടുക്കാനും, ഇരുട്ടിലിരിക്കുന്ന കാരാഗ്രഹത്തിലിരിക്കുന്നവരോട് പുറത്തു വരാനും, ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചയച്ചു കൊടുക്കുവാനും, ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൂത് പറഞ്ഞു കൊടുക്കുവാനും, രക്ഷയുടെ ദൂത് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ നടുതലയായിട്ട് നീതിവൃക്ഷമാക്കി നിർത്തിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വൃക്ഷത്തിൻ്റെ തണലിൽ അനേക മക്കൾക്ക് വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെ അപ്പച്ചൻ ചെയ്യുന്നതിന് സ്തോത്രം. നിറച്ച് ഒരു വൃക്ഷത്തിന്മേൽ ഫലമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് താഴെ വീണാൽ തന്നെ മറ്റുള്ളവർക്ക് അത് ഭക്ഷിക്കാൻ സാധിക്കും. ഫലമുണ്ടാകട്ടെ, നിറച്ച് ഫലമുണ്ടാകട്ടെ, 100 മേനി ഫലമുണ്ടാകട്ടെ, മറ്റുള്ളവർക്ക് പ്രയോജനമാകട്ടെ, ദൈവത്തിന് മഹത്വമായി മാറട്ടെ. അത് ഞങ്ങൾക്കും തലമുറകൾക്കും അനുഗ്രഹമായി മാറട്ടെ. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.